മൈസെൽഫ്. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ പന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട്. സുഹൃത്തെ, TG മോഹൻദാസ് BJP കാരനാണ്, RSS കാരനാണ്, BJP വക്താവാണ്. BJPക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചാനലുകൾ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു മനുഷ്യനാണ്. പ്രായമായി പഴയതുപോലെ ഫൈറ്റ് ചെയ്യാനും സമയമില്ലാത്തതുകൊണ്ട് പത്രിക എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വർത്തമാനത്തിൽ ഇദ്ദേഹത്തിന് തന്നെ ഒരു യൂട്യൂബ് വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ സംഗതികളാണ്. ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് ആളുകൾ ഓപ്ഷൻസ് കൊണ്ടുവന്നു തരും. ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, സർ ഇന്നതൊക്കെ ചെയ്യാം. ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഞാനൊരു സംശയമില്ലാതെ ആ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കും, അവരെ കൊല്ലും, കുറെ പേര് മരിക്കും, കുറെ പേര് ഹോസ്പിറ്റലാവും. വെറും 4 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയും. സുഹൃത്തുക്കളെ, ഒരു ശരാശരി RSSകാരൻ്റെ, ഒരു ശരാശരി BJPക്കാരൻ്റെ തലയിലൂടെ പോകുന്ന ഒരു ആശയമാണ് ഇത്ര പ്രായം ചെന്നിട്ടും TG മോഹൻദാസ് എന്ന് പറയുന്ന ഈ ഒരു BJPക്കാരൻ പറയുന്നത്. ഇത് തലയുടെ ഓളം പോയതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചതിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഒരു ശരാശരി BJPക്കാരൻ്റെയാണ്. ഇദ്ദേഹം ഒരിക്കലും എന്തിനാണ് ആ കുഞ്ഞുങ്ങൾ സമരം ചെയ്യുന്നത്, എന്താണ് ആ കുഞ്ഞുങ്ങൾ സമരം ചെയ്യുന്നതിൻ്റെ സത്ത എന്താണ്, എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടാണ്, ഇതൊന്നും ഈ ഇത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് കൂടി നിങ്ങൾ പത്രിക മലയാളം എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ കിട്ടും. എത്ര സബ് ഉണ്ടോ മറ്റോ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ തപ്പിപ്പിടിക്കുകയായിരുന്നു. എന്തായാലും അത് തപ്പിപ്പിടിച്ച് എനിക്ക് കിട്ടിയതാണ്. ഒരു പക്ഷേ ഈ വീഡിയോ 1-2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വർത്തമാനങ്ങളാണ് ആ ഒരു വീഡിയോയിൽ കൂടി അദ്ദേഹം പറയുന്നത്. നോക്കൂ, അവിടെ ആ ഒരു സമരത്തിന് വന്ന ആളുകൾ രാമനെ വിളിച്ച് യുദ്ധം ചെയ്യാത്തതിനെ കുറിച്ചിട്ടും അള്ളാഹുവിനെ വിളിച്ചിട്ട് സമരം ചെയ്യാത്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വേവലാതികൾ. ഇത്തരത്തിലുള്ള വേവലാതികളാണ്, വർഗീയ വർത്തമാനങ്ങളാണ് ആ ഒരു 30 മിനിറ്റുള്ള ആ വീഡിയോയിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മധ്യഭാഗത്താണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പറയുന്നത്, ഞാനായിരുന്നുവെങ്കിൽ എന്ന്. ഒന്നുകൂടി കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. എനിക്ക് കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ പന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. എന്തൊരു സിമ്പിളായിട്ട് അദ്ദേഹം പറയും. നോക്കി, ഞാൻ ആലോചിക്കുന്നത് എന്ത് പ്രായമുണ്ട് ഈ മനുഷ്യന്, എന്തോരം ചിന്തിക്കാം. അത്യാവശ്യം പ്രായമുള്ള ആളുകളൊക്കെ അത്യാവശ്യം നന്നായി ചിന്തിക്കും, ഒരല്പം സമാധാനപരമായിട്ട് ചിന്തിക്കുമെന്നില്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ ഈ പ്രായത്തിലും ഈ രാജ്യത്ത് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും അവരോട് 3 തവണ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുമെന്നും എന്നിട്ട് പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അവർക്ക് നേരെ വെടിയുതിർക്കുമെന്നും ഒരു മടിയും കൂടാതെ ഇദ്ദേഹത്തെ പോലുള്ള BJPക്കാർക്ക് പറയാനുള്ള ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? ആർക്ക് നേരെയാണ് വെടിയുതിർക്കുന്നത്? ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾക്ക് നേരെയാണോ? അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറമേ നിന്ന് വന്ന് ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി വന്ന് ഡൽഹിയിൽ തടിച്ചുകൂടിയ ഏതെങ്കിലും ആളുകൾക്ക് നേരെയാണോ? അല്ല, നമ്മുടെ കുട്ടികൾക്ക് നേരെ, വളരെ വൃത്തിയായിട്ട് ഒരു പരീക്ഷ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക് നേരെ. ഞങ്ങൾക്ക് നല്ലൊരു ഭാവി വേണം, ആ ഭാവിയിൽ രാമനും കൃഷ്ണനും അള്ളാഹുവും യേശു ക്രിസ്തു എന്നൊരു തടസ്സമായിട്ട് വരരുത്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാവി ഇന്ത്യ വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന ആ യുവാക്കൾക്ക് നേരെയോ ഇദ്ദേഹം എന്താണ് നമുക്ക് തരുന്ന ആശയം? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ, ഇദ്ദേഹം അടക്കമുള്ള ആളുകളെ ആണല്ലോ നമ്മൾ BJPക്കാരെന്നൊക്കെ വിളിക്കുന്നത്, ഇവരെ മനസ്സിലുള്ള ആശയം എന്താണ്?
എന്തൊരു ഭീകരമാണ് എന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബാക്കി കേക്ക്. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. എത്ര സിമ്പിൾ അല്ലേ? കുറെ പേർ മരിക്കും, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഇതൊന്നും പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫേസിൽ ലെവലേശം കുറ്റബോധമില്ല. അഭിമാനത്തോടെയാണ് പറയുന്നത്, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ എന്ന് പറയുന്ന ഒരു ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ വാക്കുകളെല്ലാം പറഞ്ഞു വെക്കുന്നത്. 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെന്റിന് എന്താ പറയുക, അപകടകരമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, സ്വന്തം ജനത തന്നെ സമരം ചെയ്യുകയാണെങ്കിൽ, അവരെന്തിനാണ് സമരം ചെയ്യുന്നത് എന്നതുപോലും അന്വേഷിക്കാതെ അവർക്ക് നേരെ വെടിയുതിർക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള തന്ത്രമെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ ഈ സമരം ഇവിടെ വെച്ച് നിൽക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹമാണ് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് വെടിയുതിർക്കുന്നു, അവിടെ 3-4 കുഞ്ഞുങ്ങൾ മരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ പിന്നെ സമാധാനപരമായിട്ട് പിന്നെ മുന്നോട്ട് പോകുമോ? എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നതിനേക്കാൾ ഇത്തരം വിഡ്ഢിത്തരങ്ങളാണ് ഇവർ ആത്മാഭിമാനത്തോടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ. എങ്ങനെയുണ്ട്? ആ ശവങ്ങൾ പെറുക്കി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കും, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ. എത്ര സിമ്പിൾ ആയിട്ടാണ് ചില വാക്കുകളെല്ലാം ഈ മനുഷ്യന്റെ വായിൽ നിന്ന് പുറത്തു വന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒരാളാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കരുത്. ഇത് 1000 നാക്കാണ്. ഈ വീഡിയോ ഞാൻ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. ആ 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ടതിൽ അതിന് താഴെയുള്ള കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അനുകൂലമാണ്. ഇദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു വെക്കുന്ന ആളുകളും അതിന് താഴെയുണ്ട് എന്നുള്ളതാണ്. എന്തൊരു ഭീകരമാണ് നമ്മുടെ നാട് എന്ന് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കും. ഇദ്ദേഹത്തിന്റെ പോലെ തന്നെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടായിരിക്കാം, ഒരുപാടുണ്ട് താനും. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ അവിടെ പോയിട്ട് പോലീസുകാരെ തലയ്ക്ക് കല്ലെറിഞ്ഞ് പൊട്ടിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം, അവനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേസെടുത്ത് അവനെ പൂട്ടുന്നുണ്ടെങ്കിൽ അതേ പൂട്ടൽ, അതേ ജയിലിന് അവകാശിയല്ലേ ഈ TG മോഹൻദാസും? എന്തുകൊണ്ടാണ് ഇത്ര പ്രായമായിട്ടും ഇവർക്ക് ഒരു മനുഷ്യനെ പോലെ ഒരു മനുഷ്യത്വത്തിൽ സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സംശയങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ. സാർ എങ്ങാണ്ട് എഴുതിയ ഒരു പാട്ടുണ്ട്, അതിലിടയിലുള്ളൊരു വരി ഇങ്ങനെയാണ്: സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം, ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തുണ്ടായൊരുണ്ണി. അങ്ങനത്തെ ഒരു ഉണ്ണി തന്നെ ആവില്ല TG മോഹൻദാസും. സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കുക, കാലത്തിനറ്റത്ത് പോകാം. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്കുക, കാലത്തിനറ്റത്തു പോകാം. ബൈ.